എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു DC മോട്ടർ 12 വോൾട്ടിലേക്ക് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മോട്ടറിന് തീരെ പവർ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മോട്ടർ റീവൈൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മളൊരു പരീക്ഷണമായിട്ട് ചെയ്യുവാണ്. അതുപോലെ നമ്മളിന്ന് റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോട്ടർ ഏകദേശം ഒരു 4 വോൾട്ടിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ റീവൈൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടർ റീവൈൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണെന്ന്. അതുപോലെ നമ്മൾ ഈ ഒരു മോട്ടർ അടിച്ചു കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഓർത്തായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മോട്ടർ അടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ ആർമേച്ചറിൽ നിന്ന് കോയിലെല്ലാം അഴിച്ചു മാറ്റാം. അതുപോലെ ഞാൻ ഈ ഒരു DC മോട്ടർ വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. 150 രൂപയാണ് ഈ ഒരു മോട്ടറിനായത്. അതുപോലെ നമ്മൾ ഈ ഒരു മോട്ടർ വാങ്ങിയ ഷോപ്പിൽ പവർ കൂടിയ മോട്ടറിൻ്റെ എല്ലാത്തിനും ഷാഫ്റ്റിന് വണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. അങ്ങനെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു മോട്ടർ തന്നെ വാങ്ങിയത്. അതുപോലെ ഈ ഒരു മോട്ടറിൻ്റെ വൈൻഡിങ് കോയിലും വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ റീവൈൻഡ് ചെയ്യുന്നത് ഇച്ചിരി കൂടെ വണ്ണം കൂടിയ കോപ്പർ കോയിൽ ഉപയോഗിച്ചാണ്. അതുപോലെ നമ്മൾ ഒരുപാട് ചുറ്റുകളും ഇട്ടല്ല നമ്മളിവിടെ വൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ ഈ ഒരു പഴയ കോയിലെല്ലാം അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പഴയ കോയിൽ കളയുന്നില്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചുറ്റുകൾ ഇടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് ഈ ഒരു മോട്ടർ 4 വോൾട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പവറിൽ കറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ എങ്ങനെയാവും അറിയില്ല, ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കുന്നതാണ്. ആ കൂടെ നമ്മൾ വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. ഉപകാരപ്പെടുവാണെങ്കിൽ മാത്രം ഇടാന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു മോട്ടർ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോയിലെല്ലാം അഴിച്ചു മാറ്റിയിട്ട് റീവൈൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആർമേച്ചർ കോറിലെ എല്ലാ കോയിലും നമ്മൾ അഴിച്ച് ഈ കോറിലേക്ക് നമുക്ക് പുതിയ കോയിൽ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയ കോയിൽ വേറെ വാങ്ങിയേക്കുന്നൊന്നുമല്ല, പഴയ ട്രാൻസ്ഫോമറിൽ നിന്ന് എടുത്ത കോയിലാണ് ചുറ്റാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പഴയ കോയിലെല്ലാം സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ പതിയെ പുതിയ കോയിൽ ചുറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കോയിൽ ചുറ്റുന്നത് നമ്മൾ ഏകദേശം ഒരു റോളിൽ 24ഓളം ചുറ്റുകൾ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാൻ കൂടുതൽ വോൾട്ടും കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ മോട്ടറൊക്കെ റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതുപോലെ നമ്മളിങ്ങനെ റീവൈൻഡിങ് എടുക്കുന്ന ഈ ഒരു കോയിൽ ഇത് കോറിൻ്റെ സൈഡിലൊക്കെ തട്ടി കോട്ടിങ്ങും അധികം കളയാതെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളിവിടെ വൈൻഡ് ചെയ്യുന്നത് എല്ലാം ഒരേ രീതിയിൽ തന്നെ ഒരേ സൈഡിലേക്ക് തന്നെയാണ് ചുറ്റിപ്പോകുന്നത്. അത് നമ്മളിങ്ങനെ പറഞ്ഞു തന്നാലോ കാണിച്ചു തന്നാലോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പഴയ മോട്ടർ അങ്ങനെ അഴിച്ചെടുക്കുവാണെങ്കിൽ അതിനകത്തെ ആ ഒരു പഴയ വൈൻഡിങ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ആ ഒരു വൈൻഡിങ് പോലെ തന്നെ ഇതായിട്ട് നിങ്ങൾ റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. അതുപോലെ ഞാനിവിടെ റീവൈൻഡ് ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം ചുറ്റിയ ആ റോളിനകത്ത് 24 ചുറ്റായിരുന്നു ചുറ്റിയത്. ഏറ്റവും ലാസ്റ്റ് ചുറ്റിയ റോളിനകത്ത് 22ഒക്കെയാണ് ചുറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ആർമേച്ചറിൽ ബൈൻഡ് ചെയ്തേക്കുന്ന കോയിലെല്ലാം ഈ ഒരു കണക്റ്റിലേക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മളിങ്ങനെ അഴിച്ചെടുത്ത് ഈ ഒരു മോട്ടർ രണ്ടാമത് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആർമേച്ചറിലേക്ക് കറക്റ്റായിട്ട് കാർബൺ ബ്രഷ് ടച്ചായി നിൽക്കുന്നതിൽ ഈ ഒരു അടപ്പ് പോലെ ഈ മോട്ടറിൻ്റെ ബാക്കിൽ വരുന്ന ഈ അടപ്പ് പോലുള്ളതിൽ സെറ്റ് ചെയ്യുക രീതി. അപ്പോൾ ആദ്യമേ തന്നെ ഈ രീതി ചെയ്യുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇനി നമ്മൾ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് ആർമേച്ചർ ഇറക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഷാഫ്റ്റിൽ പതിയെന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് മോട്ടറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആർമേച്ചർ മോട്ടറിലേക്ക് ഇറക്കി വെക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ ബാക്കിൽ ഒരു അടപ്പ് പോലെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് മോട്ടറിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ലോക്ക് പോലെ ഉണ്ട്. അതെന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറിനോ എന്തെങ്കിലും വെച്ച് പയ്യെ തട്ടിയെന്ന് ആ ലോക്കൊന്ന് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അടച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു മോട്ടറിലേക്ക് സപ്ലൈ കൊടുത്ത് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റീവൈൻഡ് ചെയ്തെടുത്ത മോട്ടറിൻ്റെ നല്ല രീതിയിൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുള്ള മോട്ടറിൻ്റെ പവർ കുറവാണെങ്കിൽ ഇതുപോലെ റീവൈൻഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 വോൾട്ടിൻ്റെ മോട്ടറിനെ നമുക്ക് 4 വോൾട്ടിലേക്ക് മാറ്റാം. മോട്ടറിലുള്ളേക്കാളും കുറച്ചും കൂടെ വണ്ണം കൂടിയ കോപ്പർ കമ്പിയും ചുറ്റുകളുടെ എണ്ണമാണ് നമ്മളിവിടെ കുറച്ചത്. ഇനി നമുക്ക് ഈ ഒരു മോട്ടർ 12 വോൾട്ട് പവർ സപ്ലൈ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടർ സ്ക്രൂ ഡ്രൈവർ മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേടിച്ചത്. അപ്പോൾ തീരെ പവർ കുറവായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അതുപോലെ നമ്മളിവിടെ റീവൈൻഡ് എടുത്ത് ഈ മോട്ടർ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പവറും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് ആദ്യത്തേക്കാളും. നിങ്ങളുടെയൊക്കെ ഇരിക്കുന്ന DC മോട്ടറിന് പവർ കുറവാണെങ്കിൽ ഈ രീതി ചെയ്തെടുത്താൽ മതി. അതുപോലെ ഈ മോട്ടറിൻ്റെ ആർമേച്ചറിൽ ആദ്യമേ ഒരു റോളിൽ 65 ചുറ്റുകളായിരുന്നു. നമ്മളിപ്പോൾ ഒരു റീവൈൻഡ് ചെയ്തെടുത്തിനകത്ത് 24ഉം 22ഉം ചുറ്റുകളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മോട്ടർ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയിൽ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ മോട്ടർ റീവൈൻഡ് ചെയ്തെടുക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.